നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി ചാരായം വാറ്റി. പോലീസ് റെയ്ഡിനെത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. കൊരട്ടി തിരുമുടുക്കുന്ന സ്രാമ്പിക്കലിൽ ആന്ധ്ര സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ മറ്റത്തൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള ബ്രാഞ്ച് കനാൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ശുചീകരിക്കുന്ന പദ്ധതി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച രണ്ടുപേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാതയിൽ കൊരട്ടി JTS ജംഗ്ഷനിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. വാർത്തകൾ വിശദമായി. പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി ചാരായം വാറ്റി. പോലീസ് റെയ്ഡിനെത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ആളൂർ സ്വദേശി കരുവാൻ വീട്ടിൽ 40 വയസ്സുള്ള സതീഷാണ് ചാരായം വാറ്റുന്നതിനിടയിൽ പോലീസ് എത്തിയതോടെ ഓടി രക്ഷപ്പെട്ടത്. ഭാര്യ പിതാവ് ആളൂർ പൈക്കാട്ട് വീട്ടിൽ 65 വയസ്സുള്ള സുകുമാരനെ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം. ആളൂർ സെന്റ് ജോസഫ് ദേവാലയത്തിനു സമീപത്തുള്ള സതീഷിന്റെ വീട്ടിൽ ചാരായം വാറ്റുന്നുണ്ടെന്ന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് റെയ്ഡിനെത്തുകയായിരുന്നു. പോലീസ് എത്തിയതറിഞ്ഞ സതീഷ് ഓടി രക്ഷപ്പെട്ടു. 55 ലിറ്റർ ചാരായവും 620 ലിറ്റർ വാഷും ചാരായം നിറയ്ക്കുന്നതിനായി 1 ലിറ്റർ വീതം കൊള്ളുന്ന 79 പ്ലാസ്റ്റിക് ബോട്ടിലുകളും 2 കന്നാസുകളും 500 ലിറ്ററിന്റെ 3 വീപ്പകളും 1 ഗ്യാസ് അടുപ്പും 1 ഗ്യാസ് സിലിണ്ടറും പോലീസ് പിടിച്ചെടുത്തു. പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കൂട്ടുപ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ആളൂർ SHO KM ബിനീഷിന്റെ നിർദ്ദേശപ്രകാരം SI KM സുബിന്ദാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ SI-മാരായ രാധാകൃഷ്ണൻ, KK രഘു, ASI മിനിമോൾ, CPO-മാരായ മുരുകദാസ്, ഡാനിയൽ ഡാനി, ഹരികൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI ബാബു എന്നിവർ പങ്കെടുത്തു. CPM പ്രവർത്തകനായ മാഹിനെ ആശുപത്രിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 1ാം പ്രതിയാണ് സതീഷ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പരോളിൽ ഇറങ്ങിയത്. കൊരട്ടി തിരുമുടിക്കുന്ന സ്രാമ്പിക്കലിൽ ആന്ധ്ര സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആന്ധ്ര സ്വദേശിനിയായ 54 വയസ്സുകാരി മുന്നയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുമുടിക്കുന്ന തെക്കൻ വീട്ടിൽ പോളിയുടെ വീട്ടിൽ 2 വർഷത്തിലേറെയായി താമസിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 2:30 കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിയ പോളി തന്നെയാണ് മുന്ന വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി അറിയിച്ചത്. മരണത്തിൽ ദുരൂഹത തോന്നിയതിനെ തുടർന്ന് പോളിയെ കസ്റ്റഡിയിലെടുത്തതായും കൊരട്ടി പോലീസ് പറഞ്ഞു. മുന്നയുടെ തലയ്ക്ക് പരുക്കുണ്ടെന്നും തലയിൽ നിന്നും രക്തം വാർന്ന നിലയിലാണ് വീടിനകത്ത് മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് പറഞ്ഞു. ഫോറൻസിക് വിരലയാള വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റത്തൂർ പഞ്ചായത്തിലെ മറ്റത്തൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള ബ്രാഞ്ച് കനാൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ശുചീകരിക്കുന്ന പദ്ധതി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. 21ാം വാർഡ് മെമ്പർ ദിവ്യ സുധീഷ്, കൊടകര ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം വിനു ML, ഗോപി കുണ്ടനി, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെ കനാൽ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി 7500 തൊഴിൽ ദിനങ്ങളാണ് ലഭിക്കുക. ഇറിഗേഷൻ കനാലിന്റെ സ്പോട്ടുകൾ വൃത്തിയാക്കുന്ന പദ്ധതിയും ഈ വർഷം നടപ്പിലാക്കുന്നുണ്ട്. ചാലക്കുടി നഗരസഭയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. അതിരപ്പള്ളി കാലടി വീട്ടിൽ സുധിൽ, കൊന്നക്കുഴി വടാശ്ശേരി വീട്ടിൽ പ്രതാപൻ എന്നിവരെയാണ് പിടികൂടിയത്. നഗരസഭയുടെ അധീനതയിലുള്ള ചാലക്കുടി ITIക്ക് സമീപത്തുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ പെട്ടി ഓട്ടോറിക്ഷയിലെത്തി ആക്രി സാധനങ്ങൾ കയറ്റുന്നതിനിടയിൽ സംശയം തോന്നിയ നാട്ടുകാർ ചേർന്ന് മോഷ്ടാക്കളെ പിടികൂടുകയായിരുന്നു. നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടറി ഇൻചാർജ് കൂടിയായ MK സുഭാഷ് സ്ഥലത്തെത്തി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു. സമാന രീതിയിലുള്ള മോഷണം ഇതിനു മുൻപും അവിടെ നടന്നതായി പറയുന്നു. ഏകദേശം 50,000-ഓളം രൂപ വില വരുന്ന ആക്രി സാധനങ്ങളാണ് കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിൽ പ്രതികൾ പിടിയിലായത്. മോഷണ സാധനങ്ങളും പെട്ടി ഓട്ടോറിക്ഷയും ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി നഗരസഭയുടെ വിവിധ സ്ഥാപനങ്ങളിലെ മാലിന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ നിക്ഷേപിക്കുന്ന ITIക്ക് സമീപമുള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്ന
ഇതുപോലുള്ള ആക്രി സാധനങ്ങൾ ലേലത്തിന് വെച്ചിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് 2 തവണയായി ഇപ്പോൾ കളവ് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കളവ് പോയി 13-ാം തീയതി ഒരു പരാതി നമ്മൾ സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. ഇന്നും രാവിലെ ഇതേപോലെ തന്നെ പരാതി, അത്യാവശ്യം വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി കണ്ടുപിടിച്ച് അവരെ കൊന്നക്കുഴിയിലുള്ള 2 സ്വദേശികൾ കളവ് നടത്തുകയും അതിരപ്പള്ളിയിലുള്ള പരിയാരത്തുള്ള ഒരു ഡ്രൈവറുടെ വണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ സ്റ്റേഷനിൽ പിടിച്ചത്. ദേശീയപാതയിൽ കൊരട്ടി JTS ജംഗ്ഷനിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 9:30 സംഭവം. മുൻപിൽ പോയിരുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറി മുന്നിലെ വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുൻപിലുണ്ടായിരുന്ന കാർ ഓട്ടോയിലിടിക്കുകയും ഓട്ടോറിക്ഷ പിക്കപ്പിലിടിക്കുകയും പിക്കപ്പ് കാറിലിടിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടിച്ച വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയ ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി അമിത വേഗതയിലായതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ സൂഫി ഗവാലി സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നിസാമി സുൽത്താൻജി ബ്രദേഴ്സിന്റെ സൂഫി ഗവാലി സംഘടിപ്പിച്ചു. സ്പിക് മാക്കെ സൊസൈറ്റി ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ക്ലാസിക് മ്യൂസിക് ആൻഡ് കൾച്ചർ എമംഗ് യൂത്ത് നടത്തിയ അവതരണത്തിൽ ഉറുദു ഭാഷയിലെ സൂഫി പാരമ്പര്യത്തിലുള്ള ഗസലുകൾ പരമ്പരാഗത വാദ്യങ്ങളോടൊപ്പം ആലപിച്ചു. തുടർന്ന് ഗായക സംഘത്തെ ആദരിച്ചു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻഡ് ഫാദർ ആന്റോ വട്ടോലി, സ്പീക്ക് മാക്കെ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, സപ്തസദസ്സ് ഭാരവാഹികളായ മിസ് ഷിജി VK, മിസ് ഷീന സാറ വിന്നി, മിസ് നീതു നാസർ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ യദുകുലം എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ പ്രൊപ്പല്ലറിൽ വല ചുറ്റി എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ 40 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 5 നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം വടക്കു പടിഞ്ഞാറു ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുടുങ്ങിയ തൃശൂർ ജില്ലയിലെ ചാമക്കാല സ്വദേശി ഏറനാം പുരക്കൽ പുഷ്പനാഥന്റെ ഉടമസ്ഥതയിലുള്ള യദുകുലം എന്ന ഇൻബോർഡ് വള്ളവും കയ്പമംഗലം സ്വദേശികളായ 40 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. ഉച്ചയ്ക്ക് 12:40 വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, VM ഷൈബു, റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, റഫീഖ്, ബോട്ട്സ് റാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധന യാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകുന്നതും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാക്കുന്നു. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൌജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നതെന്നും ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ വീണ്ടും. പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി ചാരായം വാറ്റി. പോലീസ് റെയ്ഡിനെത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. കൊരട്ടി തിരുമുടുക്കുന്ന സ്രാമ്പിക്കലിൽ ആന്ധ്ര സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ മറ്റത്തൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള ബ്രാഞ്ച് കനാൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ശുചീകരിക്കുന്ന പദ്ധതി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭയുടെ ആക്രി സാധനങ്ങൾ മോഷ്ടിച്ച രണ്ടുപേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാതയിൽ കൊരട്ടി JTS ജംഗ്ഷനിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.